ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ കോണ്ടന്റ് എന്ന് പറയുന്നത് ഇതാ വീണ്ടും ഒരു ഹെയർ കെയറുമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ ഹെയർ കെയറിൽ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഹെയറിനെ നന്നായിട്ട് തന്നെ കെയർ ചെയ്യണുണ്ട് കേട്ടോ. വീക്ക്ലി 2 ടൈംസ് ആണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുക. ആ 2 ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലും ഹെയറിൽ മാസ്കോ പാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ചെയ്യൂ കേട്ടോ ഹെയറിൽ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, ബൈസായി വരികയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ, അതായത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഹെയർ ഫോൾ എല്ലാവർക്കും നോർമലായിട്ട് ഉണ്ടാകും, 1-2 ഹെയറൊക്കെ ഇങ്ങനെ പോരും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വീക്ക്ലി 2 ടൈംസ് ആണ് ഹെയർ വാഷ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ദിവസം എന്നാണ് ഗൈസ്, ഇന്നാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണണ്ടേ? അതിനു മുൻപായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ മാസ്ക് നിങ്ങൾക്ക് കാണണ്ടേ? ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ മാസ്ക് ഇതാണ്. കണ്ടോ, നല്ല തിക്കായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് ഹെയർ മാസ്ക് ആണ് എന്നുള്ള കാര്യം ഇപ്പോൾ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാനിത് അടുക്കളയിലെങ്ങാനും നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല കഴിക്കാനുള്ള ഐറ്റം എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ വരെ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം അത്രയ്ക്ക് തിക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഹെയർ മാസ്ക് റെഡി ആക്കിയിട്ടുണ്ട്. അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ നിങ്ങൾ വേഗം പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനത് വേഗം തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യട്ടെ കേട്ടോ. ഹോ ഗൈസ്, ഇതാണ് നമ്മുടെ മാജിക്കൽ ഹെയർ മാസ്ക് കേട്ടോ. ഇത് അടിപൊളിയാണ്. ഈ ഐറ്റംസ് ഒന്നും നമ്മുടെ വീട്ടിൽ ഇല്ലാതിരിക്കില്ലല്ലോ. എല്ലാവരും വീട്ടിലും ഉണ്ടാവും കറ്റാർവാഴ, ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലുണ്ടാവും. അവരോട് പറഞ്ഞിട്ടൊരു കഷ്ണം മുറിച്ചെടുക്കുക. ഓക്കെ, ഞാനിവിടെ കറ്റാർവാഴ നമ്മുടെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരുപാട് കുഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് കുഴിച്ചിട്ടുള്ള കറ്റാർവാഴയാണ്. എന്താണെന്നറിയില്ല, 2 കൊല്ലമായിട്ട് ഇത് അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇത്ര വലുപ്പമായതിനു ശേഷം അത് മുരടിച്ച് പോയി എന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പം ഞാൻ അവനെ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്ത്, പിന്നെ കുറച്ച് ഉലുവയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് കറിവേപ്പില, നാടൻ കറിവേപ്പില കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഉലുവ വേണമെങ്കിൽ നിങ്ങൾക്ക് തലേന്ന് രാത്രി കുതിർത്തി വെക്കാം കേട്ടോ, എന്നിട്ട് അരയ്ക്കാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു എഗ്ഗാണ്. എഗ്ഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വൈറ്റ് മാത്രമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, ഇല്ലെങ്കിൽ മൊത്തത്തിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ മൊത്തത്തിൽ ഇടാൻ വേണ്ടിയിട്ട് പോവാം. ഇതാണ് നമ്മുടെ മാജിക്കൽ ഹെയർ മാസ്ക് കേട്ടോ. ഇത് അടിപൊളിയാണ്. നമ്മുടെ ഹെയർ ഫോളിന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും താരൻ്റെ പ്രശ്നം മാറാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ എഗ്ഗിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്നതല്ലേ. നമുക്ക് ഹെയറിന് നല്ലൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ. കറ്റാർവാഴ മുടി നല്ല രീതിക്ക് വളരാൻ വേണ്ടിയിട്ടും നല്ല ഷൈനി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത്. ഒരു 2-3 തവണ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഹെയർ മാസ്ക് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഹെയറിലേക്ക് ഇടണമല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഹെയറിൽ ഓയിൽ ഇടണില്ല. പകരം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് എൻ്റെ ഹെയർ ഒന്ന് ജസ്റ്റ് നനച്ചിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഈ ഒരു മാസ്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം എൻ്റെ ഹെയർ ഇപ്പം അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യണം. ഞാൻ ഇന്ന് ഓയിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഹെയർ ജസ്റ്റ് ഒന്ന് നനച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നനഞ്ഞ കോഴീൻ്റെ കൂട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഹെയർ ഒറ്റൊരു മഗ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഹെയർ നന്നായിട്ട് വെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഹെയർ മാസ്ക് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ തീരെ ഒരു കംഫർട്ടല്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ വിചാരിക്കുന്നു എനിക്ക് നന്നായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓ ഈ കാക്ക. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാസ്ക് ഇവിടെ ഇരുന്നിട്ട് തന്നെ എനിക്ക് നല്ല രീതിക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് വിചാരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ ഏതായാലും ഈ നനഞ്ഞ കാർ കൂന്തലിലേക്ക് ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇടുമ്പം തന്നെ ജസ്റ്റ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് തന്നെ ഹെയറിൽ നല്ല തണുപ്പായിട്ടിരിക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് മസ്റ്റ് ഹാവ് ആണ് കേട്ടോ ഇത്. എന്തായാലും നിങ്ങൾക്കിത് വേണ്ട ഒരു
ട്രീറ്റ്മെൻറ്റിൻ്റെയാണ്. ഹെയർ ഗ്രോത്തിനും അതേപോലെ തന്നെ താരം വരാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. ഇനി ഞാൻ ഏതായാലും കൈ വെച്ചിട്ട് നന്നായിട്ട് ആക്കി കൊടുക്കട്ടെ. അപ്പോൾ ഹെയർ നനച്ചതിനോണ്ട് നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തിക്കോളും. നനവുള്ളത് കാരണം എല്ലാ ഭാഗത്തും എത്തിക്കോളും കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ഹെയറിൽ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിലും അതേപോലെ തന്നെ ഹെയറിലും നന്നായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് മുടി നനച്ചതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. താരം മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, വീട്ടിൽ ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഈ ഒരു പരിപാടിക്ക് നിന്നാൽ മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഉലുവ നമ്മുടെ തലയിൽ മുടീൻ്റെ മേലൊക്കെ കുറേശ്ശെ അവിടെ ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും. ഇതിപ്പോൾ എന്താണ് ഇത്രയും എടുത്ത് പറയാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു പാടിയ വീട്ടിൽ ഫ്രീ ആണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ ഒരു മാസ്ക് ഹെയറിൽ അപ്ലൈ ചെയ്തത്. ബട്ട് ഗൈസ്, നാളെ നമുക്ക് ഒരു കല്യാണമുണ്ട്, രാവിലെ പോകണം. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാൻ ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക. ഡേ 2 ആണ്. ഡേ 2 പ്രാവശ്യം മാത്രമേ നമ്മൾ ഹെയർ വാഷ് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് ഹെയർ വാഷ് ചെയ്തിട്ട് ഉണങ്ങി കഴിഞ്ഞാലും ഈ ഉലുവേൻ്റെ അംശം അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നാളെ രാവിലെ ഞാൻ കല്യാണത്തിന് പോകുന്ന സമയത്തും ഇത് ഹെയറിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയോ, പിറ്റേ ദിവസവും ഹെയർ വാഷ് ചെയ്യേണ്ടി വരും കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് അബദ്ധം പറ്റിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഹെയറിൽ മൊത്തത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ തന്നെ ഇനി ഇടാൻ എവിടെയും ബാക്കിയില്ല, അത്രത്തോളം ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ ഈ ഒരു മാസ്ക് ബാലൻസ് ആണ്. ഇത് കംപ്ലീറ്റ് എടുക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ എഗ്ഗ് യൂസ് ചെയ്തത് കാരണം ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ സ്പൂൺ വെച്ചിട്ടല്ല എടുത്തത്, കൈ വെച്ചിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഹെയർ മസാജർ ഉണ്ടല്ലോ, ഈ സാധനം വെച്ചിട്ട് നമുക്ക് ഷാമ്പൂയും ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ ഹെയറിൽ എന്തെങ്കിലും ഇതേപോലെ പ്രോഡക്റ്റ്സ് ഇട്ടിട്ട് ഉണ്ടെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ട്രയലും കൂടിയാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സാധനം. ഞാനത് മീഷോന്ന് വാങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാം കേട്ടോ. നോർമൽ കേസസിൽ നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് അധികം പ്രഷർ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്താൽ മതി. പക്ഷേ ഇപ്പം ഞാൻ ഹെയറിൽ ഈ ഒരു സാധനം ഇട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു, അത്യാവശ്യം നല്ല പ്രഷർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മസാജർ യൂസ് ചെയ്യുന്നത് കേട്ടോ. കുഴപ്പമില്ല, നല്ല രീതിക്ക് മസാജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഗ്രിപ്പ് കിട്ടുന്നില്ല കേട്ടോ, കാരണം നമ്മൾ കൈ ഇപ്പോൾ വല്ലാതെ ഇങ്ങനെ വഴുവഴുത്തിരിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. കുഴപ്പമില്ല, നല്ല രീതിക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ നമുക്കിത് വെച്ചിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു സാധനം ഹെയറിലിട്ടിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന താരനൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്നിങ്ങനെ ഇളകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ ഹെയറിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് പോക്കുമല്ലോ, ആ സമയത്തും നമുക്ക് ഈ ഒരു മസാജർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കഴുകി കൊടുക്കാം കേട്ടോ. എനിക്ക് വീഡിയോ എടുത്തിടാൻ ആരുമില്ല ഗേസ്, അല്ലെങ്കിൽ ഞാൻ അതും എടുത്ത് കാണിച്ചു തരുമായിരുന്നു. നല്ല സുഖമുണ്ട്, അത്യാവശ്യം നല്ല രീതിക്കൊന്ന് പ്രഷർ ചെയ്യണമെന്നേ ഉള്ളൂ. നോർമൽ കേസസിൽ അത്ര പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതാരെങ്കിലും ഒന്നിങ്ങനെ ചെയ്ത് തന്നാൽ ഇത്ര നന്നായിരുന്നു ഗായ്സ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാ ഞാൻ ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി മുടിയിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകി വന്നിട്ട് കാണാം കേട്ടോ.
ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ നന്നായിട്ട് തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ മുടിയിൽ കുറച്ചൊക്കെ ഇതാ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കണു. കുറച്ചൊക്കെ ആ ഒരു ഉലുവേൻ്റെ ആ ഒരു സംഭവമൊക്കെ ഇതാ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ നാളെ രാവിലെ നമ്മൾ എന്താ പറയുക, ഹെയർ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇങ്ങനെ 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 ആക്കുന്ന സമയത്ത് അതങ്ങ് പൊക്കോളൂ കേട്ടോ. പിന്നെ അതേപോലെ രാവിലെ എണീറ്റിട്ട് നമ്മൾ മുടി ചീകി കെട്ടി വെക്കുമല്ലോ, ആ സമയം ആകുമ്പോഴേക്കും നന്നായിട്ട് പോകും കേട്ടോ. മുടിയിൽ ഉള്ള ആ ഒരു സംഭവം നന്നായിട്ട് തന്നെ പോകുന്നതാണ്. അപ്പോൾ എൻ്റെ ഹെയർ ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഉണങ്ങാണ്ട്. ഇവിടെ ഒന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ, ഇവിടെയൊക്കെ നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മാജിക്കൽ മാസ്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ട്രാവൽ വ്ളോഗ്സ്, അതേപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ്, ചലഞ്ച് വീഡിയോസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാണ് ഗൈസ്, എൻ്റെ ചാനൽ ഞാൻ ഇവിടെ വന്നിട്ട് പ്രൊമോട്ട് ചെയ്യണം, എന്നാലേ നിങ്ങൾ അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അവിടെ പോയിട്ട് ഈ ചാനലിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യും, ഇവിടെ വന്നിട്ട് ഞാൻ ആ ചാനലിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊടുക്കുന്നത്. ഓക്കെ, അതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ സ്ക്രീനിലും പിന്നെന്താ കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ആ ചാനലിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ അതിലൊന്ന് കയറി ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വെറുതെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് പോയി കാണണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടമായിരുന്നെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ മറ്റേ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.